അടുത്ത കാലത്തായി കേരളത്തിൽ കാണുന്ന ഒരു പ്രവണതയാണ് തൊട്ടതിനും പിടിച്ചവരെല്ലാം കേസ് കൊടുക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസ് കൊടുക്കുക. നമ്മളത് കണ്ടതാണ് മറുനാടൻ മലയാളിക്കെതിരെ, മാത്യു സാമുവലിനെതിരെ. അങ്ങനെ കണ്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ കേസ്. അത് ഒരിടത്തല്ല, പല സ്ഥലങ്ങളിൽ. എന്താ ഫേസ്ബുക്ക് പോസ്റ്റ്, പിന്നെ ഏതോ ഒരു പ്രവാസി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നെ അത് ഫോർവേഡ് ചെയ്തതിന് അയാൾക്കെതിരെ പല പോലീസ് സ്റ്റേഷനുകളിൽ കേസ്. അപ്പോൾ അത് പലയിടത്ത് അയാൾ ചെല്ലേണ്ട സ്ഥിതി വരുന്നു. അപ്പോൾ ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ല ഒരു സാമ്രാജ്യമാണെന്നും, സാമ്രാജ്യമല്ല ഒരു രാജ്യമാണെന്നും, അവിടെ ഈ മറ്റ് സമുദായക്കാർക്കൊന്നും നീതി ലഭിക്കുന്നില്ല എന്നൊക്കെ രീതിയിൽ അദ്ദേഹം സംസാരിച്ചത്. അവിടെ കാര്യങ്ങളെല്ലാം മുസ്ലിങ്ങളാണ് തീരുമാനിക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെയൊക്കെ താല്പര്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പല പോലീസ് സ്റ്റേഷനുകളിൽ പരാതി വന്നു, കേസ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ അങ്ങനെ പറഞ്ഞതിൻ്റെ പേര് കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ നിയമോപദേശം എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ പറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് അത്ര വലിയ മതസ്പർദ്ധ ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഉണ്ടാക്കുന്നതുമല്ല. അപ്പം ആ കേസ് കൊടുത്തപ്പോൾ അതിനൊരു വർഗീയച്ഛായ വന്നു. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞൊരു പരാമർശം, ഹൂ കേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം മറുനാടൻ മലയാളി പറയുന്നു, അയാൾ പറഞ്ഞു, അത് തീർന്നു, അത് ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടി ഇറങ്ങിപ്പോയി, അവിടെ തീരേണ്ട പ്രശ്നമാണ്. നേരെ മറിച്ച് അതുപോലെ തന്നെ മാത്യു സാമുവൽ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കേസ് കൊടുക്കുക. ആപ്പാടെ ഒരു ഗുണകരമായ ഒരു കാര്യം, നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് എല്ലാം കേസെടുക്കും, പിന്നെ ഒന്നും ചെയ്യുകയില്ല. അത് കാരണം നമുക്ക് ഇതിനെപ്പറ്റി അത്ര വലിയൊരു ഒരു ഒരു പേടിക്കേണ്ട കാര്യങ്ങളില്ല. കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും കോടതിയിലെത്തുകയും ഒക്കെ ചെയ്താലാണ് ഒരു കേസായിട്ട് വരിക. അത് അത്രയും വരെ എത്തുന്നില്ല. ഈ കേസിൽ കൊണ്ട് പലതും ഒതുങ്ങിപ്പോകുന്നു. പക്ഷെ എന്നാൽ പോലും ആ കേസ് കൊടുക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി, അത് വളരെ സംഘടിതമായിട്ട് കേസ് കൊടുക്കാനുള്ള ഒരു ശ്രമം, അത് ശരിയാണോ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം വെറുമൊരു പ്രസ്താവനയോ വെറുമൊരു കാര്യത്തിന് അതിനൊരു മറുപടി കൊടുക്കാം എന്നല്ലാതെ ഉടനെ അതുകൊണ്ട് സമുദായ സ്പർദ്ധ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് സമുദായ സ്പർദ്ധ ഉണ്ടാവുന്നത്? അപ്പോൾ മലപ്പുറം ജില്ലയെപ്പറ്റി പറയുന്നത്, എനിക്ക് മലപ്പുറം ജില്ലയെപ്പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന, നമുക്ക് ഒരു ആക്ഷേപവും ഇല്ല. മലപ്പുറത്തെ ആളുകളൊക്കെ വളരെ നല്ല മനുഷ്യരാണ്, കാര്യത്തിൽ ഒരു സന്ദേഹമുള്ള കാര്യമില്ല. എന്നല്ല, ഈ ജോസഫ് സാറിൻ്റെ മൂവാറ്റുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയ സംഭവം, അതേ സംഭവം മലപ്പുറത്തായിരുന്നെങ്കിൽ കൈവെട്ട സംഭവം ഉണ്ടാവില്ലായിരുന്നു. ഒരിക്കലും മലപ്പുറത്തെ മുസ്ലിങ്ങൾ കൈവെട്ടാനൊന്നും പോവുകയില്ലായിരുന്നു. അവർ ചിലപ്പം പരാതികളും ഒക്കെ ആയിട്ട് അല്ല നിയമ നടപടികളൊക്കെ എടുക്കുമെന്നല്ലാതെ കൈവെട്ടാനും നിയമം കയ്യിലെടുക്കാനും ഒന്നും പോവുകയില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ രീതിയിലുള്ള സംസ്കാരമാണ് അവിടെയുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ വളർന്നു വരുന്ന മറ്റൊന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്താ, സലഫി സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് മറ്റാളുകളൊന്നും വരാൻ പാടില്ലാത്ത ചില ഏരിയകൾ, മുസ്ലിങ്ങൾ മാത്രം, മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവിടെ വീടുകൾ വാങ്ങാനോ സ്ഥലം വാങ്ങാനോ ഒന്നും പറ്റാത്തൊരു സംവിധാനം. അതൊക്കെ ശരിയാണോ എന്ന് വീണ്ടും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മലയാളികളായിരിക്കുന്നത് തന്നെ, നമ്മളുടെ സംസ്കാരവും നമ്മുടെ ശക്തിയും തന്നെ എന്താണ്, നമ്മൾ മതേതരരൊക്കെ ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കേരളത്തിൽ വലിയ വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടാകാത്തതിൻ്റെ കാര്യം എന്താണ്? കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട് മുസ്ലിം ആയിരിക്കും, അതിൻ്റെ അപ്പുറത്തെ 2 വീട് ഹിന്ദുക്കളുടേതായിരിക്കും. കാരണം നമ്മളെല്ലാം ഇടകലർന്ന് ജീവിക്കുന്നു. അപ്പോൾ ആ ഭിന്നതയ്ക്ക് അവിടെ വലിയ സ്ഥാനമൊന്നുമില്ല. നേരെ മറിച്ച് ഒറ്റപ്പെട്ട് താമസിക്കുമ്പോൾ അത് ഭിന്നതയായി, നമ്മൾ തമ്മിലുള്ള അവർ വ്യത്യസ്തരായി മാറുന്നു. അത് നമ്മുടെ സംസ്കാരത്തിനും നമ്മൾ ഇന്നേ വരെ പഠിച്ച മാനവികതയ്ക്കും എതിരായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ തൊട്ടതിനും പിടിച്ചതിനും കേസ് കൊടുക്കുന്നതും ഇങ്ങനെയുള്ള നിലപാടുകളും ശരിയാണോ എന്ന് മലപ്പുറത്ത് വിവരമുള്ളവർ ചിന്തിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നല്ലാതെ മലപ്പുറത്ത് മറ്റ് പ്രശ്നങ്ങൾ, പക്ഷേ അതേസമയം തന്നെ ഞാൻ കേൾക്കുന്നുണ്ട് ഈ പെന്തക്കോസ്ത് ഗ്രൂപ്പുകളൊക്കെ അവിടെ എവിടെയെങ്കിലും പള്ളി സ്ഥാപിക്കണമെങ്കിൽ എങ്ങനെയും സ്ഥാപിക്കാതിരിക്കാനായിട്ട് അവിടെയുള്ളവർ ശ്രമിക്കും. അവിടെയുള്ള എന്തെങ്കിലും അനുമതി വേണമെങ്കിൽ അതൊന്നും കൊടുക്കാതെ അവർക്ക് അങ്ങനെ ഒരു പള്ളി സ്ഥാപനം തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് പലരും പറഞ്ഞ പരാതിയാണ്. അത് ചിലപ്പം വാസ്തവം ഉണ്ടായിരിക്കാം, വേറെ ആരും വരാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി. അതും ശരിയല്ല. എല്ലാം ഉള്ളതുകൊണ്ടും നമ്മളെല്ലാം ഇങ്ങനെ ഇടകലർന്നും വ്യത്യസ്തമായിട്ടും ഒക്കെ ജീവിക്കുന്നത് കൊണ്ടാണ് കേരളമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊന്നായി മാറിപ്പോയും. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ
അന്ന് കേരളം കണ്ട ഏറ്റവും വലിയ ഗാന്ധിയനാണ് കെ കേളപ്പൻ. ആ കേളപ്പൻജി പോലും അതിനെതിരെ സമരം ചെയ്യുകയാണ് ചെയ്തത്. വാസം പറഞ്ഞാൽ അന്ന് EMS സർക്കാരാണ്, 67 മറ്റോ EMS സർക്കാരാണ് ജില്ല അനുവദിക്കുന്നത്. അന്ന് കേളപ്പൻജിയെപ്പോലൊരു മഹാമനുഷ്യൻ ഇതിനെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതൊരു അതിശയമായിട്ടാണ് തോന്നിയത്. ഒരു ഖേദകരമായൊരു സംഗതി ആയിട്ടാണ് തോന്നിയത്. ഒരു ജില്ല വന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടായതായിട്ട് ഇന്നവരെ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇടുക്കി ജില്ല വരുന്നതിനും വയനാട് ജില്ല വരുന്നതിനും ആളുകൾ മുറപിടി കൂട്ടിയത് നമ്മൾ ഓർക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ജില്ല വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഔദ്യോഗിക കാര്യങ്ങൾക്ക് നമുക്ക് ദൂരെയൊന്നും യാത്ര ചെയ്യേണ്ടതില്ല. നമ്മുടെ കുറച്ചുകൂടെ ഡൈവേഴ്സിഫൈ ചെയ്യും. അവിടെ പോയി ആ ജില്ലയിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാൻ എളുപ്പമാകും. ഇതല്ലാതെ ഒരു ജില്ല കൊണ്ട് പ്രത്യേകിച്ച് എന്താ ഒരു നേട്ടമെന്ന് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ജില്ലയ്ക്ക് വേണ്ടി ജില്ല എന്തോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിൽ ആളുകൾ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജില്ല ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കണക്കാക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം മലപ്പുറം ജില്ല പോലെ പഞ്ചാബിലും കോൺഗ്രസ് ഭരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു ജില്ല അവിടെയും സ്ഥാപിക്കുന്നത് കണ്ടു. ഈ ജില്ല കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ഇന്നേ വരെ മനസ്സിലാകാത്തൊരു കാര്യമാണ്. ആ ജില്ല ഒന്നല്ല 2, 3, 4 ഒക്കെ ആയാൽ അത്രയും നല്ലത്. അത്രയും കൂടുതൽ ഉദ്യോഗസ്ഥർ വരും, അത്രയും കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കാം. അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് കൈക്കൂലി കൊടുക്കേണ്ട അവസരം വരും. ഇത് രണ്ടും വരാം. ആ രീതിയിലാണ് കേരളത്തിലെ കാര്യങ്ങൾ ഇരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥന്മാരാണ്, കൂടുതൽ പേർക്ക് കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതി വരും. അല്ലെ കൂടുതൽ പേര് നമ്മളെ ചവിട്ടുന്ന അവസ്ഥ വരും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. പക്ഷേ എന്തായാലും ജില്ല ഒരു മാനദണ്ഡമായിട്ട് കണക്കാക്കേണ്ടതിൻ്റെ ഒരു പ്രസക്തി മനസ്സിലാവുന്നില്ല. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 40 or 45 വർഷം മുമ്പ് മലപ്പുറം ജില്ല ഒരു പാവപ്പെട്ട ജില്ലയായിരുന്നു. ഇന്നിപ്പോൾ അതിലൂടെ പോകുമ്പം വലിയ വീടുകളും ഗംഭീര സംവിധാനങ്ങളും അവിടുത്തെ കോളേജുകളും, ഫറൂഖ് കോളേജൊക്കെ ഗംഭീരം കോളേജുകളാണ്. അത്രയും നല്ല കോളേജൊക്കെ കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് സന്ദേഹമാണ്. ഫറൂഖ് കോളേജ് മലപ്പുറം ജില്ല ആവണമെന്നില്ല, അത് കോഴിക്കോട് ജില്ലയായിരിക്കും. അപ്പം ഇങ്ങനെ ആ ഭാഗത്തുണ്ടായ വികസനം അതിശയിപ്പിക്കുന്ന വികസനമാണ്. അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം. ഈ ഗൾഫ് ഈ 10, 40, 50 വർഷത്തിനിടയിൽ ആളുകൾ ഗൾഫിലേക്ക് ഒരു ശക്തമായ കുടിയേറ്റം ഉണ്ടായി. അതിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളായിരുന്നു, ധാരാളം പേര്, നല്ലൊരു പങ്ക്. അപ്പോൾ മുസ്ലിങ്ങളെല്ലാം അവിടെ പോയെങ്കിലും അവർ ആ പണമെല്ലാം ഇങ്ങോട്ട് അയക്കുകയും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഇവിടെ സ്കൂളും കോളേജും ഉണ്ടാക്കുന്നതിന്. നേരെ മറിച്ച് ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ പോയി, പക്ഷേ അവർ തിരിച്ചു വരുന്നില്ല. അവർ ആ പോയ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ വന്നവർ തിരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് ആ ട്രാവൻകൂറിനുണ്ടായിരുന്ന ആ മേൽക്കൈ ഇല്ലാതാവുകയും ചെയ്തു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം മലബാർ ജില്ലകളിലെല്ലാം ഉണ്ട്. മലപ്പുറത്തും അങ്ങനെയുണ്ട്. എന്ന് കരുതി അവിടുത്തെ മാനവികതയോ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവിടുത്തെ മനുഷ്യരുടെ നന്മയെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അതേസമയം തന്നെ ഇടുങ്ങിയ ചിന്താഗതികൾ, ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ മാത്രം, വേറെ ആരും അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ആ സലഫി ആയിട്ട് ജീവിച്ചുകൊള്ളാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ, അതും ഖേദകരമാണ്. നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടവരായി മാറുന്നു. നേരെ മറിച്ച് നമ്മൾ ഇടകലർന്നും ഒരുമിച്ചും ജീവിക്കുമ്പോൾ നമ്മൾ ഒന്നായി തീരുന്നു. ആ വ്യത്യാസമാണ് നമ്മുടെ സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം. ആ സംസ്കാരത്തിനെതിരായ ഒരു കാര്യവും ചെയ്യരുത്. അപ്പം വെള്ളാപ്പള്ളി പറഞ്ഞതിൽ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അതിന് പകരം തൊട്ടതിനും പിടിച്ചതിനും കേസ് കൊടുക്കുക. വേറെ പണിയൊന്നുമില്ലേ? ഈ പോലീസിന് വേറെ പണിയൊന്നുമില്ലേ കേസെടുക്കാനായിട്ട്? ആകപ്പാടെയുള്ളത് പോലീസിനുള്ള സന്തോഷം ഈ കേസ് എടുത്താലും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം കേസെടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ക്രൈസ്തവർക്ക് എതിരെ എന്തെല്ലാം പറയുന്നു, ക്രിസ്തു ജാരപുത്രനാണ്, അതാണ് ഇതാണ്. അതിപ്പം ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ പെന്തക്കോസ്തുകാർ ക്രിസ്തുവിൻ്റെ അമ്മയെപ്പറ്റി എന്തെല്ലാം പറയുന്നു. അപ്പം ഇങ്ങനെ ഓരോരുത്തരും പറയുന്നത് നോക്കി നമ്മൾ കേസ് കൊടുക്കാനും ഒക്കെ പോയാൽ നമുക്ക് അതിനേ സമയം കാണുകയുള്ളൂ. പോലീസ് കേസെടുക്കാൻ പോയാൽ അതിനേ സമയം കാണുകയുള്ളൂ. ഇതിന് പകരം പോലീസിന് പറയാവുന്നത്, നിങ്ങൾ പോയി മാനനഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യുക. ഞങ്ങളുടെ ഇത്ര ശതമാനം മാനം അല്ലെങ്കിൽ ഇത്ര രൂപയുടെ മാനം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ്. അല്ലാതെ ഈ ക്രിമിനൽ കേസ് എടുക്കുക, മതസ്പർദ്ധ ഉണ്ടാക്കി, ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ മതസ്പർദ്ധ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കലാപങ്ങൾ ഉണ്ടാവുമോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവഗണിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല വഴിയെന്ന് തോന്നുന്നു.